രാഷ്ട്രീയ രംഗത്ത് പുതിയ അടവ് നയങ്ങൾ പയറ്റാൻ പല തന്ത്രങ്ങളും മണിയറയിൽ റെഡിയാക്കാൻ നമ്മുടെ കോംറേഡ്സ് ഒക്കെ ഒത്തുചേർന്നിരിക്കുകയാണ്. കുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചുവന്നു തുടുത്ത് മധുര. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് തൊഴിലാളികളുടെ മേല് വേണ്ട സ്വാധീനം പണ്ടത്തെ പോലെ ഇല്ല എന്നാണ് സഖാക്കളുടെ ഒരു കണ്ടുപിടുത്തം. കുഴപ്പമില്ല, അതൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇപ്പോൾ മധുരയ്ക്ക് വണ്ടി കയറിയത്. ഞങ്ങളൊരു ഓൾ ഇന്ത്യ പാർട്ടിയല്ലേ, ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശക്തിപ്പെടുത്തുന്നതിന് വേഷവും ഒരു പ്രധാനമാണ്. കാരണം മുണ്ടിനേക്കാരും നല്ലത് പാൻ്റായാൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെടും. പണ്ട് മുണ്ടെടുത്ത് തോൾസഞ്ചിയിട്ട് കട്ടൻ ചായയും പരിപ്പടിയും കഴിച്ചടക്കുന്ന സഖാക്കളല്ല ഇപ്പോഴത്തെ സഖാക്കള്. അവരാ ട്രാക്കൊക്കെ മാറ്റിയില്ലേ, കണ്ടില്ലേ? മദ്യ കമ്പനി കൊണ്ടുവരാ, കിഫ്ബി റോഡിൽ ടോൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, അങ്ങനെ മൊത്തം ചിൽ മോഡല്ലേ. ഇനിയിപ്പോ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആയിരിക്കില്ലേ? അല്ല, ഈ പ്രായപരിധി മാനദണ്ഡമൊക്കെ കൊണ്ടുവരണോണ്ടേ മൊത്തത്തിലൊരു കൺഫ്യൂസനാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോവും ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കാൻ ഈ പാർട്ടി വളരെ കേപ്പബിളാണ്. അതിലൊരു ആശങ്കയും ആർക്കും ഉണ്ടാവേണ്ടതില്ല. പാർട്ടി കോൺഗ്രസിന്റെ അവസാന നടപടിക്രമങ്ങളിൽ എത്തുമ്പോഴേക്ക് ഇതിന്റെ എല്ലാം തീരുമാനമാകും. അതെ, അതുകൊണ്ടാണല്ലോ EMSന് ശേഷം ഇവിടുന്ന് ആരും ജനറൽ സെക്രട്ടറി ആവേണ്ടിരുന്നത്. എന്തിന് ജനറൽ സെക്രട്ടറിയുടെ കാര്യം പറയണു? വനിതാ പ്രാതിനിധ്യം തന്നെ നോക്കിയേ, എന്തൊരു ഷോകാണ് സഖാവേ. ഏരിയ സെക്രട്ടറി ഉണ്ടല്ലോ ഇവിടെ, അത്യാവശ്യം ഏരിയ സെക്രട്ടറി ഉണ്ട്. പക്ഷെ അതൊക്കെ തൃപ്തിയായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് 50% ജനസംഖ്യയുള്ള അടുത്തേക്ക് സ്ത്രീകളെ ഇനിയും പാർട്ടി മെമ്പർഷിപ്പിലേക്കും അതുപോലെ തന്നെ ലീഡർഷിപ്പിലേക്കും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കണ്ട നേതൃസ്ഥാനത്ത് പോലും വനിതാ പ്രാതിനിധ്യം ഇല്ലെന്ന് തുറന്നു പറയണത് കണ്ട. അതും പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയണു. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തായാലും സമ്മേളനം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്തൊക്കെ ചർച്ചയാവും നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ കൈക്കൊള്ളും. ഒന്ന്, നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന കേന്ദ്ര BJP ഗവൺമെന്റിനെ, ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ദീർഘകാല സമരം, അതാണ് ഒരു പ്രധാന കടമ. സഖാവെന്തുട്ടി പറയണത്? ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രോ? അപ്പെല്ലാം മറന്നാ? ഇവിടെ ഫാസിസ്റ്റ് ഭരണം ഒന്നില്ലാന്നും കേന്ദ്രത്തിലുള്ളവര് അത്രയ്ക്ക് ക്രൂരന്മാരൊന്നല്ലാന്നും നമ്മുടെ സഖാക്കൾ പറഞ്ഞത് പെട്ടെന്ന് മറന്നുപോയാ? ഞങ്ങൾ ഒരിക്കലും BJP ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് വിലയിരുത്തിയിട്ടേ ഇല്ല. കണ്ട, BJP ഗവൺമെന്റ് ഫാസിസ്റ്റാ? നെഹിന്ന് പറഞ്ഞ നെഹി, തിരുത്തി പറ. ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നാടോടുമ്പോ നടുവേ ഓടണം. ബാക്കി സഖാക്കളൊക്കെ മാറിയല്ലോ, എന്നിട്ട് ബേബി സഖാവിന് മാത്രം എന്തെത്ര കുഴപ്പം? കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയി എന്ന് ഒരു ഘട്ടത്തിലും CPM പറഞ്ഞിട്ടില്ല. എത്രയൊക്കെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും സത്യമല്ലാതാവുന്നില്ലല്ലോ. ഇനിയിപ്പോ മുമ്പ് പറഞ്ഞത് മറന്നുപോയിന്ന് വിചാരിക്കും, വിഷമിക്കണ്ട, ഓർമ്മിപ്പിക്കാരാ. വർഗീയ ധ്രുവീകരണത്തിലൂടെ പാസത്തിന്റെ ഭാഗമായി ഈ പാർലമെന്ററി വ്യവസ്ഥ വേണ്ട, മതനിരപേക്ഷത വേണ്ട, പാർലമെന്ററി ജനാധിപത്യം വേണ്ട, ഫെഡറൽ സംവിധാനം വേണ്ട എന്ന് പച്ചയായിട്ട് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷമായി RSSും BJPയും. അതൊന്നുമില്ലാതെ പിന്നെ എങ്ങനെ? വളരെ വ്യക്തം, അടിമുടി ആയുധവൽക്കരിക്കപ്പെടുന്ന ഫാസിസ്റ്റ് ഭരണകൂട വ്യവസ്ഥ. ഗോവിന്ദ മാഷ് ഇപ്പൊ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, അത് മാഷ് പറഞ്ഞതല്ല, എല്ലാരും മാച്ചള. നമ്മുടെ കോംറേഡ്സ് വീണ്ടും പറയുന്നു, BJP സർക്കാരിന് ഫാസിസ്റ്റ് ചിന്ത തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല. MA ബേബിക്ക് വല്ല നാക്കുപിഴയും വന്നതായിരിക്കും. ഇനി നമുക്ക് പ്രായപരിധിയുടെ ഇളവിന്റെ കാര്യം നോക്കാം. ആർക്കൊക്കെ ഇളവ് കിട്ടുന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. ഒരു ചെറിയൊരു വിഭാഗം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അത് നിലവിലുള്ള പാർട്ടി കമ്മിറ്റിക്ക് തോന്നിയാൽ അവരെ നിലനിർത്തണം. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്തുന്നവർക്ക് പ്രായപരിധിയുടെ കാര്യത്തിൽ ഇളവ് വേണമെന്നാണ് ബാലൻ സഖാവ് പറയണത്. അപ്പോൾ ബൃന്ദാക്കാരാട്ട്, പ്രകാശ് കാരാട്ട്, മണിക് സർക്കാർ, അവർക്കൊക്കെ പ്രായത്തിന്റെ കാര്യത്തിൽ ഇളവുണ്ടാവായിരിക്കും അല്ലേ? അതിൻ്റെ അകത്ത് ആർക്കും ഒഴിവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ സമ്മേളനത്തിൽ നടപ്പിലാക്കിയിട്ടതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അവർക്കൊന്നും ഇളവില്ലേ? പിന്നാർക്ക് ഇളവ്? പിണറായി വിജയൻ അല്ലേ? അത് പ്രതീക്ഷിക്കുന്നുണ്ട്.
അവർക്കൊന്നുമില്ലാത്ത എന്തുട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ പിണറായി സഖാവിനുള്ളത്? ഓ, ഡബിൾ ചങ്കില്ലേ? അദ്ദേഹം ഒരു പ്രതീക ആവേശമാണ്. അതൊന്നും ഇപ്പോൾ വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി, സമരധീര 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 സാരഥി പിണറായി വിജയൻ. ഫാസിസം, വനിതാ പ്രാതിനിധ്യം, പ്രായപരിധിയിൽ ഇളവ്, അങ്ങനെ പല വിഷയങ്ങളിലും ഇവര് എന്തുട്ട് തീരുമാനം പുതിയതായിട്ട് എടുക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും പല കാര്യങ്ങളിലും പലർക്കും പല സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊക്കെ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. ആശാ വർക്കേഴ്സിന്റെ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തീരുമാനം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. കേന്ദ്ര ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യം ഇന്നും ഇന്നലെയോ പറഞ്ഞതല്ലോ, അത് 2-3 ആഴ്ച മുന്നേ പറഞ്ഞതല്ലേ. ഇതാണോ ചർച്ച നടത്തി കണ്ടുപിടിച്ചത്? കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ള നമ്മുടെ സമരത്തിന്റെ ഭാഗമായി അത് കേന്ദ്രത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയുക, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് 3 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് പോലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് അല്ലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആ വിഷയത്തിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമരത്തിന് ആശാവഹമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കേന്ദ്രവും കേരളവും മാത്തമെറ്റിക്സ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ ഉണ്ണിയെ. ഇതിപ്പോ ഇൻസെന്റീവിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഓണറേറിയം കൂട്ടുന്ന കാര്യം ആശാ വർക്കേഴ്സ് ചോദിച്ചില്ലേ? ഓണറേറിയം കൂട്ടേണ്ടത് സംസ്ഥാന സർക്കാരാണല്ലോ. അല്ല, ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട, അതായത് കേന്ദ്ര സ്കീമാണല്ലോ ആശ, കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ആശ. അപ്പോൾ അതുകൊണ്ടാണ് നിരാഹാര സമരത്തിന് മുൻപ് നടന്ന ചർച്ചയിൽ അവരോട് ഞാൻ പറഞ്ഞത് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ നമുക്ക് ഉന്നയിക്കാം. ഫ്രഷ് സംസ്ഥാന സർക്കാർ കാശ് കൂട്ടേണ്ട കാര്യം ചോദിക്കുമ്പോൾ പറയും അയ്യോ അത് കേന്ദ്ര പദ്ധതിയല്ലേ, കേന്ദ്ര പദ്ധതിയുടെ കാര്യത്തിൽ നമുക്ക് എന്തിട്ട് ചെയ്യാൻ പറ്റുന്നു. ഏതായാലും ആരോഗ്യമന്ത്രി നാളെ വീണ്ടും ആശാ വർക്കേഴ്സിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നാളത്തെ ചർച്ചയെങ്കിലും ഒന്ന് സക്സസ് ആയാൽ മതിയായിരുന്നു. അതേസമയം മറ്റൊരിടത്ത് ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് വേറൊരാൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ആരാ? സാക്ഷാൽ INTUC നേതാവ് R ചന്ദ്രശേഖരൻ. എന്നാൽ ഇതുവരെ ഇല്ലാതിരുന്ന പിന്തുണ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചു. ഇത് തൊഴിലാളി പ്രസ്ഥാനത്തിന് അതിൻ്റെതായ നിലപാടുകളുണ്ട്, അതിൻ്റെതായ രാഷ്ട്രീയ ബോധമുണ്ട്, അതിൻ്റെതായ ആശയബോധമുണ്ട്, അതിൻ്റെതായ നിലപാടുകളുടെ ഘടകങ്ങളും ഘടനകളുമുണ്ട്. അതെ ആ നിലപാട് നമ്മൾ കണ്ടതാണല്ലോ. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പോവേ അതിന്റെ ഏഴയിലത്ത് പോവില്ല എന്ന് പറഞ്ഞ ടീംസ് അല്ലേ നിങ്ങള്? ഓരോ സംഘടനയ്ക്കും അവരുടെ സിമ്പലുണ്ട്, അവരുടെ ഫ്ലാഗ് ഉണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്, അവരുടെ നടപടിക്രമങ്ങളുണ്ട്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ബോർഡ് വെച്ച് സമരം ചെയ്യുന്നിടത്ത് INTUC പോലുള്ള സംഘടന വഴിയാധാരമായി അങ്ങ് കയറി ചെല്ലണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. INTUC സ്വതന്ത്ര സംഘടനയാണ്, അവർക്ക് അവരുടെ നിലപാടെടുക്കും. പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. INTUC സ്വതന്ത്ര സംഘടനയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ദപ്പുറത്ത് കൂടെ പോയിട്ട് സതീശേട്ടനും KC വേണുഗോപാലും വിളിച്ച് നല്ലോണം കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ നിലപാട് ചിങ്കത്തിന്റെ നിലപാടൊക്കെ ചടപടേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോടേ. കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായിരുന്നിട്ടും അന്ന് ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് INTUC പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ പ്രഖ്യാപിച്ച പിന്തുണയില് അത്ര വലിയ ആത്മാർത്ഥതയില്ലാത്തതും എന്തുകൊണ്ടായിരിക്കും? അത് സർക്കാരിനോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടാണെന്നോ സർക്കാരിനോടുള്ള നന്ദി പ്രകടനാണെന്നൊക്കെ ഒരു നാട്ടുവർത്താനം ഉണ്ട് കേട്ടാ. സത്യം എന്താണെന്ന് നേതാക്കൾ അന്വേഷിച്ചിരിക്കട്ടെ.